മാംഗല്യം. രചനാവതരണം മിത്രവിന്ദ. സാധാരണ ഡോറിന്റെ ഇടയിലുള്ള സ്പേസിലൂടെ പുറത്താരാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കാറുള്ളവൾ ഇന്ന് അതുപോലും ചിന്തിക്കാതെ നേരെ ചെന്ന് വാതിൽ തുറന്നു. കൺമുമ്പിൽ നിൽക്കുന്ന ജഗനെ കണ്ടതും ഒരു നെടുവീർപ്പോടെ നിന്നുപോയി ജാൻവി. എന്തു പറ്റിയടോ? ജഗൻ അകത്തേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു. താൻ ഓക്കെ അല്ലേ? അതെ. എങ്ങനുണ്ട്? വേദനയൊക്കെ കുറവുണ്ടോ? അവളുടെ അടുത്തേക്ക് വന്നു നിന്ന് മെല്ലെ വലത് കൈത്തലം അവളുടെ വയറിലേക്ക് അമർത്തി വെച്ചുകൊണ്ടാണ് ജഗൻ അത് ചോദിച്ചത്. ജാൻവിയുടെ കണ്ണുകൾ പിടഞ്ഞു. അവന്റെ കൈകൾ വയറിൽ പതിഞ്ഞതും അവൾ ഒന്നു പുളഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചതും അവനവളെ കൂടുതൽ ഇറുക്കത്തോടെ ചേർത്തു പിടിച്ചു. എന്തുപറ്റി? എന്റെ ജാനിക്കുട്ടിക്ക് വേദന കുറവില്ലേ? ജഗൻ മെല്ലെ വളരെ ആർദ്രമായി അവളുടെ കാതിൽ മൊഴിഞ്ഞു. കുറവുണ്ട്. ഒറ്റവാക്കിൽ മറുപടി ഒതുക്കിക്കളഞ്ഞു ജാൻവി. അവന്റെ വിയർപ്പും അവൻ ഉപയോഗിച്ചിരിക്കുന്ന ഏതോ വില കൂടിയ പെർഫ്യൂം കൂട്ടിക്കലർന്ന ഗന്ധം അവളെ മത്തു പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരുപാട് നേരം ജഗൻ തനിക്ക് അരികെ നിന്നാൽ താൻ ഇന്ന് രാവിലെ ചെയ്തു പോയതുപോലെ വീണ്ടും അവനെ ചുംബിച്ചു പോകുമോ എന്നൊരു ചിന്തയായിരുന്നു ജാൻവിയുടെ മനസ്സിൽ നിറയെ. എന്തു പറ്റി ജാൻ? താൻ എന്താ ഒന്നും മിണ്ടാത്തത്? ജഗൻ വീണ്ടും എടുത്തു ചോദിച്ചു. ഏയ്, ഒന്നുമില്ലെന്നേ. ജഗൻ വന്നതല്ലേ ഉള്ളൂ. പിന്നെന്താ ഈ മുഖം വാടിയിരിക്കുന്നത് പോലെ തോന്നുന്നത്? ഏയ്, ഒന്നുമില്ല. അവൾ അവനിൽ നിന്നും വീണ്ടും അടർന്നു മാറാൻ ശ്രമിച്ചതും ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ജഗൻ ജാൻവിയെ ഇരു കൈകളിലും കോരിയെടുത്ത് അവന്റെ നെഞ്ചോട് അടുക്കി പിടിച്ചു. താൻ എന്തിനാ എന്നെ നീ നകന്നു പോകാൻ ശ്രമിക്കുന്നത്? താൻ എപ്പോഴും എനിക്കരികിൽ തന്നെ ഉണ്ടാകണം. അതാണ് എന്റെ ഇഷ്ടം. അവളെയും കൈകളിൽ താങ്ങി അവൻ മെല്ലെ സോഫയിലേക്ക് വന്നിരുന്നു. സോഫയിലിരിക്കുന്ന ജഗന്റെ നെഞ്ചിലേക്ക് ചേർന്നാണ് ജാൻവി ഇപ്പോൾ ഇരിക്കുന്നത്. അവൾ പൂച്ച കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്നത് കാണെ ജഗൻ എന്തൊക്കെയോ സംശയം തോന്നി. എങ്ങനുണ്ടായിരുന്നു മിഥു ഒക്കെ വന്നിട്ട്? നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞിരുന്നോ അതോ പഠിച്ചോ? ജഗൻ ചോദിച്ചു. ജാൻവി അവനിൽ നിന്ന് പിടഞ്ഞു മാറിക്കൊണ്ട് മറുപടി പറയാൻ തുടങ്ങിയെങ്കിലും ജഗൻ അവളെ തന്നോട് ചേർത്തു പിടിച്ചു. മിഥു ഒക്കെ വന്നു. അവർ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാ വന്നത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇവിടെ കുക്ക് ചെയ്താണ് ആഹാരം കഴിച്ചത്. ആഹാ, അപ്പൊ ഇന്നിവിടെ കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്റെ ഭാര്യ എന്താ ഉണ്ടാക്കിയത്? ജഗൻ ജാൻവിയെ നോക്കി. അതിന് ജഗന്റെ പെങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ജാൻവി കുറുമ്പോടെ പറഞ്ഞതും ജഗൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അതിനവൾക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു? പക്ഷെ അബിക്കറിയാലോ. അബി എല്ലാം ഉണ്ടാക്കി. ആഹാ, എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി? ചോറ്, പരിപ്പ് കറി, തോരൻ, പിന്നെ മുട്ട പൊരിച്ചത്. ജാൻവി വിരലിലെണി ചെറിയ കുട്ടികളെ പോലെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ജഗൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, ആഹാരം കഴിക്കാം. നല്ല ടേസ്റ്റാണ് അബി ഉണ്ടാക്കിയ ആഹാരത്തിന്. ജാൻവി വെറുതെ ജഗനെ ചൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവന്റെ മാറിപ്പോയ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി താൻ പറഞ്ഞത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ടെന്ന്. ഓ, അബി ഉണ്ടാക്കിയ ഓംലെറ്റ് എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? ജാൻവി വീണ്ടും പറഞ്ഞു. ഓ, നമ്മളും നന്നായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കും. പക്ഷെ ആരും ഇതുപോലെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജഗൻ പറഞ്ഞുകൊണ്ട് പതിയെ അവളിൽ നിന്ന് അടർന്നു മാറാൻ തുടങ്ങിയതും ഇത്തവണ അവൾ അവനെ പിടിച്ചു വെച്ചു. ആഹാ, പോലീസിന് ദേഷ്യം വന്നോ? കുറുമ്പ് പിടിച്ച കുട്ടിയുടേതുപോലെയായിരുന്നു അവന്റെ മുഖഭാവം അപ്പോൾ. അവന്റെ ഇരു കവിളിലും പിടിച്ചു വലിച്ചുകൊണ്ട് ജാൻവി അവനെ നോക്കി. ജഗൻ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. ഇരുവരും മുഖത്തോട് മുഖം നോക്കി ഏറെ നേരം ഇരുന്നു. അവനിൽ നിന്നൊരു ദീർഘചുംബനം സ്വീകരിക്കാൻ എന്നതുപോലെ ജാൻവി മെല്ലെ കണ്ണുകളടച്ചു. ഇത്തവണ ജഗന്റെ അധരങ്ങൾ പതിഞ്ഞത് അവളുടെ കഴുത്തിലേക്കാണ്. അവളുടെ വെളുത്ത കഴുത്തിൽ തെളിഞ്ഞു കണ്ട നീലഞ്ഞരമ്പിൽ അവന്റെ അധരങ്ങൾ സ്പർശിച്ചതും പൊള്ളിപ്പിടഞ്ഞതുപോലെ മുഖം വെട്ടിച്ച് ജാൻവി. അവന്റെ നാവും ചുണ്ടും മെല്ലെ കഴുത്തിന് താഴേക്ക് സഞ്ചാരപാത തീർത്തു. അവന്റെ കൈകൾ അവൾ ഇട്ടിരുന്ന ടോപ്പിലേക്ക് മുറുകി. അവന്റെ മുഖം അവളുടെ മാറിലേക്ക് അമർന്നു. കുറുകി പിടഞ്ഞുപോയി ജാൻവി. പെട്ടെന്നാണ് അവൻ അവളുടെ വയ്യായികയുടെ കാര്യം ഓർത്തത്. മെല്ലെ അവൻ അവളെ മോചിപ്പിച്ചു. അവന് മുഖം കൊടുക്കാനാവാതെ അവൾ മുറിയിലേക്ക് ഓടിക്കയറി. പിന്നാലെ ചിരിയോടെ അവന് നടന്നു. മുറിയിലേക്ക് നടക്കും വഴിയാണ് അവൻ കണ്ടത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന പുസ്തകം. അവനത് കയ്യിലേക്കെടുത്തു. അവൻ റാക്കിനകത്ത് വെച്ചിരുന്ന പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ ജാൻവി ആവും അതെടുത്തതെന്ന് ജഗൻ ഊഹിച്ചു. ചുമ്മാതല്ല,
പെണ്ണ് കിളി പോയതുപോലെ വന്ന് വാതി തുറന്നത്. ഇതും വായിച്ച് എവിടെയെങ്കിലും ഇരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ജഗൻ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബുക്കും കയ്യിലെടുത്ത് റൂമിനുള്ളിലേക്ക് കയറി. അവനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ജാൻവി ബെഡിലിരിക്കുകയായിരുന്നു. താനാണോ ഈ ബുക്ക് ഷെൽഫിൽ നിന്നെടുത്തത്? പെട്ടെന്ന് ജഗനത് ചോദിച്ചതും ജാൻവി അല്പം പരിങ്ങി. ഒരുപക്ഷെ താനവന്റെ ബുക്ക് എടുത്തത് അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ലോ എന്ന് അവൾ ചിന്തിച്ചു. സോറി ജഗൻ, ഞാനാ ബുക്ക് എടുത്തത്. അതിനെന്തിനാണ് സോറി പറയുന്നത്? എന്നിട്ട് ബുക്ക് എങ്ങനെയുണ്ട്, വായിച്ചോ? കംപ്ലീറ്റ് ആക്കിയില്ല, ഞാൻ വായിച്ച പകുതിയായപ്പോൾ ജഗൻ വന്നത്. താൻ ചെറുതായിട്ട് പേടിച്ചു അല്ലേ? എന്തിന്? അല്ല, ഈ ബുക്ക് വായിച്ചപ്പോ. പേടിയോ? എനിക്കോ? അങ്ങനൊരു വികാരം പോലും എനിക്കില്ല. ജാൻവി വളരെ കൂളായി പറഞ്ഞു. അത് തന്റെ മുഖം കണ്ടാലും പറയും. സത്യം പറഞ്ഞാല് താൻ വന്ന് വാതി തുറന്ന സമയം ഞാൻ കരുതിയത് ഈ ഫ്ളാറ്റിനുള്ളിൽ എന്തോ വലിയ സംഭവം ഉണ്ടായിന്നാണ്. തന്റെ മുഖം അതുപോലായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന്. ജഗൻ പറഞ്ഞതും ജാൻവി ഒന്ന് ചമ്മിച്ചിരിച്ചു. അബി ഉണ്ടാക്കിയ ഫുഡ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്ന് രാത്രിയില് അവർ അതാണ് കഴിച്ചത്. ജാൻവി പറഞ്ഞതുപോലെ ജഗനും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അബിയുടെ കൈപുണ്യം. അവൻ അതേപ്പറ്റി ജാൻവിയോട് പറയുകയും ചെയ്തു. എടോ, നാളെ സാറ്റർഡേ അല്ലേ, തനിക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ഏയ് ഇല്ല. എന്താ ജഗൻ? ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ജഗന് നാളെ ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്. എന്താടോ? ഒന്നുമില്ല. ജഗൻ ഇത്ര കാര്യമായിട്ട് ചോദിച്ചപ്പോ ഞാൻ കരുതി ജഗൻ നാളെ ഫ്രീ ആയിരിക്കുന്നു. ഞാൻ നാളെ കുറച്ച് നേരത്തെ വരാം. എന്നിട്ടെന്താ? നമുക്കിവിടെ ഒരു കൊച്ചു വർത്താനം പറഞ്ഞെങ്കിരിക്കാം. ജഗൻ വീണ്ടും അവൾക്ക് അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞതും ജാൻവി അവനെ തള്ളി മാറ്റി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. അതും പറഞ്ഞുകൊണ്ട് ജാൻവി ബെഡിലേക്ക് കിടന്നു. അവൾക്കരികിലേക്ക് അവനും. അവന്റെ നെഞ്ചിൻ ചൂട് പറ്റിച്ചേർന്നുകൊണ്ട് അവൾ മെല്ലെ മിഴികൾ അടച്ചു. അതേസമയം വൈഭവിന്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളിനടുത്തിരിക്കുവാണ് വൈഭവ്. അവനൊപ്പം അവന്റെ 2-3 ഫ്രണ്ട്സുമുണ്ട്. ഇന്നലെ ഹോട്ടലിൽ വെച്ച് അവന്മാർ ജാൻവിയെ കണ്ട രംഗം വൈഭവിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വൈഭവിന്റെ സിരകളിൽ ജാനിയോടുള്ള പക വീണ്ടും വർദ്ധിച്ചു. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടായേനെ. വൈഭവ് ഏതോ ഓർമ്മയിൽ എന്നതുപോലെ പറഞ്ഞു. അവനൊപ്പം അവന്റെ അളിയനും ഉണ്ട്. അതെ, ആ ജഗന്നാഥൻ ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇവന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ അടങ്ങിയൊതുങ്ങി കഴിയേണ്ടവളായിരുന്നു അവൾ. ആ മാനസികം ജയനും കോടിക്കണക്കിന് സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളുടെ എല്ലാം ഒരേ ഒരു അവകാശി അവളാ. മാത്രമല്ല, വിവാഹത്തിന് സ്ത്രീധനമായിട്ട് തന്നെ മാനസി എന്തൊക്കെയാണ് പറഞ്ഞുറപ്പിച്ചിരുന്നതെന്നറിയാമോ? 201 പവൻ സ്വർണവും ഒരു ബ്ലാങ്ക് ചെക്കും, പോരാത്തതിന് എനിക്കിഷ്ടപ്പെട്ട ഒരു വില കൂടിയ കാറും. എന്തൊക്കെ സ്വപ്നം കണ്ടതാ ഞാൻ. വൈഭവ് അമർഷത്തോടെ മുരണ്ടു. അതിനെല്ലാം കാരണക്കാരൻ ആ ജഗന്നാഥനാണ്. ഛേ! അവൻ ദേഷ്യത്തോടെ അത് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മുഴുവൻ മദ്യവും ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഗ്ലാസ് ഒരു ശബ്ദത്തോടെ ടേബിളിന്റെ പുറത്തേക്കും വെച്ചു. അളിയാ, സമയം ഒട്ടും വൈകിട്ടൊന്നുമില്ല. അവൾ എപ്പോഴും പഴയതുപോലെ തന്നെയാ. ഓ, കടഞ്ഞെടുത്ത സൗന്ദര്യമല്ലേ. നിനക്ക് ഞങ്ങൾക്ക് ഒന്നും യോഗമില്ലാതായിപ്പോയി, വൈഭവിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. നമ്മളൊന്നും മനസ്സ് വെച്ചാല് അവളെ നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അവന്റെ മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞതും വൈഭവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ജഗന്നാഥൻ ആരാണെന്ന് നിനക്കറിയില്ല, അതുകൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. നീല കൊടുവേലിക്ക് കാവല് കിടക്കുന്ന രാജവെമ്പാലയെ പോലെ ജാൻവിക്ക് ചുറ്റും 24/7 അവന്റെ കണ്ണുകളുണ്ട്. അവൾ ഫ്രീ ആയി പല സ്ഥലത്തും പോകുന്നുണ്ടെങ്കിൽ പോലും അവൾ എവിടെ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് കൃത്യമായിട്ട് അവൻ അറിയാം. അതുകൊണ്ട് അവന്റെ കൈപ്പിടിയിൽ നിന്നും അവളെ തട്ടിയെടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കേ വേണ്ട, വൈഭവ് കൂട്ടുകാരനോട് പറഞ്ഞു. മുൻപൊരിക്കൽ ജഗന്നാഥനെ ഒന്ന് നേരിൽ കണ്ടതിന്റെ ഓർമ്മ വൈഭവിന് ആവോളം ഉണ്ടായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ആ ഓർമ്മയുടെ ബാക്കി മാത്രമായി അവന്റെ നെറ്റിയില് ഇന്നും ഒരു മുറിവ് അവശേഷിക്കുന്നുണ്ട്. പിറ്റേന്ന് പതിവ് പോലെ ജഗനാണ് ആദ്യം എണീറ്റത്. അവന്റെ കൈത്തണ്ടയിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി ഒരു കടുകിട പോലും അനങ്ങാതെ ഒരേ കിടപ്പാണ് ജാൻവി. അവളെ ഉണർത്താതെ പതിയെ അവനിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് ജഗൻ എഴുന്നേറ്റു.
ജാൻവിക്ക് അവധിയായതുകൊണ്ട് തന്നെ അവളെ വിളിച്ചുണർത്താൻ നിൽക്കാണ്ട് അവൻ കാര്യങ്ങളൊക്കെ ചെയ്തു. യൂണിഫോം ഇട്ട് പോകാൻ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ജാൻവിയെ പതിയെ തട്ടി വിളിച്ചു. ജാൻവി, ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. ഉറക്കത്തിനിടയിൽ തന്നെയാണ് അവളൊന്നും മൂളിയത്. അതോടെ അവന് മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ കേട്ടിട്ടില്ലെന്ന്. ജഗൻ സൈഡ് ടേബിളിൽ നിന്ന് നോട്ട് പാഡ് എടുത്ത് ഒപ്പം പെന്നും എടുത്ത് അതിന്റെ മേലേക്ക് ഇങ്ങനെ എഴുതി: ജാൻവി, ഞാൻ പോവാണ്. തനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ആഹാരം മുഴുവനും കഴിക്കണം. എവിടേക്കെങ്കിലും പോവാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇടണം. ലവ് യു. അത്രയും പറഞ്ഞ് ആ സ്റ്റിക്കി നോട്ട് അവളുടെ കണ്ണെത്തുന്നിടത്തേക്ക് സ്റ്റിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ജഗൻ വീട് പൂട്ടിപ്പോയി. നല്ല ഉറക്ഷീണമായിരുന്നതുകൊണ്ട് ജാൻവി ഏകദേശം 9:30 അടുത്താണ് ഉറക്കം ഉണർന്നത്. കണ്ണും തിരുമ്മി നേരെ നോക്കുമ്പോൾ കാണുന്നത് ജഗൻ ഒട്ടിച്ചു വെച്ച സ്റ്റിക്കി നോട്ടാണ്. അവൾ പതിയെ കൈയെത്തിച്ച് അതിളക്കിയെടുത്തു. അതിലെഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ കൂടിയും കണ്ണോടിച്ചു. ഏറ്റവും ഒടുവിൽ ലവ് യു ഒന്ന് വായിച്ചപ്പോൾ മാത്രം ജാൻവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അതേ ചിരിയോടുകൂടി തന്നെയാണ് അവൾ അന്നത്തെ ഓരോ കാര്യങ്ങളും ചെയ്തു തീർത്തത്. എന്തോ ഇന്നലെ മിഥുവും അബിയും എല്ലാവരും വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി പോയ ശേഷം ജാൻവിക്കും ഉള്ളിന്റെ ഉള്ളിലൊരു ആഗ്രഹം കയറിക്കൂടിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, തന്നെ താൻ കുക്ക് ചെയ്യണം. ഇന്നലെ അവർക്കൊപ്പം ഇരുന്ന് കുറേശ്ശെ കാര്യങ്ങൾ കണ്ടതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പോരാത്തതിന് വിരൽത്തുമ്പിൽ എന്തും കിട്ടൂലോ. അവൾ ഫോണെടുത്ത് യൂട്യൂബും ഓണാക്കിക്കൊണ്ട് പതിയെ അടുക്കളയിലേക്ക് നടന്നു. സ്പീക്കർ എടുത്ത് മലയാളം മെലഡി സോങ്ങുകൾ വെച്ചു. ജാൻവിക്ക് കേൾക്കാൻ ഏറെ ഇഷ്ടം മെലഡികളാണ്. ഇന്നലെ അബി ചെയ്തതുപോലെ തന്നെ അരി എടുത്ത് കഴുകി കുക്കറിലേക്കിട്ട് വിസിലടുപ്പിച്ചു. 3 വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തു. സക്സസ്, ജാൻവി സ്വയം പറഞ്ഞു. ആദ്യ കടമ്പ സക്സസ് ആയതിന്റെ സന്തോഷത്തിൽ അവൾ അങ്ങനെ നിന്നു. ഇനി കറി എന്തു വെക്കും എന്നായി അടുത്ത ചിന്ത. ഇന്നലെ അവർ വന്നപ്പോൾ ക്യാരറ്റിനൊപ്പം ബീട്രൂട്ട് കൂടി കൊണ്ടുവന്നിരുന്നു. അതോടെ ബീട്രൂട്ട് വെച്ച് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് തീരുമാനമായി. യൂട്യൂബ് എടുത്ത് ബീട്രൂട്ട് മെഴുക്കുവരട്ടി വീഡിയോ ഓണാക്കി. പക്ഷെ അവർ വീഡിയോയിൽ കാണിച്ചതുപോലെ ബീട്രൂട്ട് കട്ട് ചെയ്യാൻ മാത്രം അവൾക്കറിയില്ലായിരുന്നു. എങ്കിലും ഉള്ള അറിവൊക്കെ വെച്ച് ഏകദേശം കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇന്നലെ അവരുണ്ടാക്കിയതുപോലെ ഒരു ചമ്മന്തിയും ഓംലറ്റും ഉണ്ടാക്കി. ഏറ്റവും ഒടുവിലാണ് പ്രഷർ പോയ കുക്കർ തുറന്നത്. കുക്കറിൽ നിന്ന് പതിയെ ചോറ് മാത്രമായി വാരിയെടുക്കുന്നതിനിടെ കുറച്ച് വെള്ളം അവളുടെ കയ്യിൽ വീണു. പെട്ടെന്നായതുകൊണ്ട് ജാൻവി വേദനയോടെ കൈ പിന്നിലേക്ക് വലിച്ചു. പൈപ്പിന്റെ ചൂട്ടിലേക്ക് കൈ കൊണ്ടുവച്ചെങ്കിലും ഇടം കൈയുടെ കൈപ്പത്തിക്ക് മുകളിൽ ചൂടുവെള്ളം വീണ സ്ഥലം വട്ടത്തിൽ ചുവന്നു കിടന്നു. അവൾക്ക് വല്ലാത്ത നീറ്റലും പുകച്ചിലും തോന്നി. വേദന കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. എങ്കിലും ഒരുവിധം ചോറും കറികളും എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവച്ചെങ്കിലും എന്തോ അവൾക്കത് കഴിക്കാൻ തോന്നിയില്ല. വല്ലാത്ത വേദന. എങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്ന് കരുതി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവൾ എഴുന്നേറ്റു. വൈകിട്ട് ജഗൻ വരുമ്പോൾ ബാൽക്കണിയിൽ ഇരിക്കുവാണ് അവൾ. ജഗന്റെ കയ്യിൽ സ്പെയർ കീ ഉള്ളതുകൊണ്ട് തന്നെ അവൻ കോളിംഗ് ബെൽ അടിക്കാതെ നേരെ ഡോർ തുറന്ന് കയറി വരികയായിരുന്നു. കയ്യിലെന്തോ ഓയിൻമെന്റൊക്കെ തേച്ചിരിക്കുന്ന ജാൻവിയെ കണ്ടതും ജഗനൊരു സംശയത്തോടെ അവൾക്കടുത്തേക്ക് വന്ന് മെല്ലെ കൈപിടിച്ചു നോക്കി. എന്തു പറ്റി? ഇതെന്താ തന്റെ കയ്യില്? ഞാൻ പോകുമ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അവൾ നടന്ന കാര്യം അത്രയും ജഗനോട് പറഞ്ഞു. എടോ, താൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയത്? നോക്ക്, ഇനി ഇങ്ങനെ അറിയാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ താഴെ സെക്യൂരിറ്റിയോട് സംസാരിച്ചു നോക്കട്ടെ. നമുക്ക് ഇവിടത്തേക്ക് ഒരാളെ ജോലിക്ക് വെക്കാം. അതാവുമ്പോൾ അവർ വന്ന് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തിട്ട് പോകും. അല്ലാതെ താൻ ഇങ്ങനെ കൈപൊള്ളിക്കാനൊന്നും നിൽക്കല്ല്. ജഗൻ പറഞ്ഞപ്പോ ജാൻവി അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ഒരു കാര്യം ചെയ്യ്, താൻ വേഗം റെഡിയാവും. നമുക്ക് വെറുതെ പുറത്തൊക്കെ പോയി ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ജഗൻ പറഞ്ഞതും ജാൻവി ഉത്സാഹത്തോടെ എഴുന്നേറ്റു. ജാൻവി വേഗം ഫ്രഷായി ഇറങ്ങി വന്നു. ജഗൻ കുളിക്കാൻ കയറിയ സമയം കൊണ്ട് തന്നെ അവളൊരു ജീൻസും സ്ലീവ്ലെസ് ടോപ്പും എടുത്തിട്ടു. സൈഡ് ബാഗും ഫോണും എടുത്ത് ജാൻവി പോകാൻ റെഡിയായി. ജഗൻ ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് റെഡിയായി നിൽക്കുന്ന ജാൻവിയെയാണ്. എടോ, ഒരു 10 മിനിറ്റ്, ഞാൻ റെഡിയായി വരാം. ജഗൻ, ഞാൻ മിഥുവിനെ കൂടി വിളിക്കട്ടെ? അവൾ ഈ വീക്കെൻഡിൽ വീട്ടിൽ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. അവൾ ഹോസ്റ്റലിലുണ്ടെങ്കിൽ അവളോടും കൂടി ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കേടോ, താൻ അവളോട് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കാൻ പറ. നമുക്ക് പോകുന്ന വഴിക്ക് അവളെ പിക്ക് ചെയ്തിട്ട് പോകാം. ഓക്കെ ജഗൻ. ജാൻവി ഉത്സാഹത്തോടെ ഹോളിലേക്ക് നടന്നു. ഫോൺ എടുത്ത് മിഥുവിനെ വിളിച്ചു.
ഹലോ മിതു, നീ എവിടാ? ഞാൻ ഹോസ്റ്റലിലുണ്ട്. എന്താടി? എടി ഞാനും ജഗനും പുറത്തോട്ട് പോവാ. നീ വേഗം റെഡിയായി ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലൊന്ന് നിൽക്കുവോ? നമുക്ക് ഒരുമിച്ച് പോകാം. ഏയ്, അതൊന്നും വേണ്ട. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് പുതുമോടി. നിങ്ങളുടെ ഔട്ടിങ്ങിന്റെ പോകുന്നതിനിടയ്ക്ക് ഞാനെന്തിനാ? മിതു പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇതേ നോക്ക് മിതു, നീ ഇന്ന് വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നോട് മിണ്ടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ജാൻവിയുടെ ആ ഡയലോഗിൽ മിതു വീണു. എങ്കിൽ ശരി, ഞാൻ അരമണിക്കൂറിനുള്ളിൽ റെഡിയായി താഴെ വരാം. ഗുഡ് ഗേൾ. ജാൻവി അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും തന്നെ ജഗൻ റെഡിയായി വന്നിരുന്നു. നമുക്ക് പോകാം. മിതുവിനെ വിളിച്ചോ താന്? ഞാൻ വിളിച്ചു. അവൾ അരമണിക്കൂറിനുള്ളിൽ റെഡിയായി നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഇരുവരും നേരെ പോയത് മിതുവിന്റെ ഹോസ്റ്റലിലേക്കാണ്. അവർ ചെല്ലുമ്പോൾ അവരെയും പ്രതീക്ഷിച്ചെന്നതുപോലെ ഹോസ്റ്റലിന്റെ മുമ്പിൽ തന്നെ മിതു ഉണ്ട്. അവളും കാറിലേക്ക് കയറിയതോടെ ജാൻവിക്ക് സന്തോഷമായി. മിതു, നീ ഇത് കണ്ടോ? അത് പറഞ്ഞുകൊണ്ട് ജാൻവി ഇടത്തെ കൈത്തണ്ട മിതുവിനെ നേർക്ക് നീട്ടി. ക്രീം തേച്ചിരുന്ന അവളുടെ കയ്യിലേക്ക് നോക്കി മിതു വെപ്രാളത്തോടെ. ഇതെന്തു പറ്റിയതാ ജാനി? ഒന്നും പറയണ്ട. ജാൻവി പറയാൻ തുടങ്ങും മുൻപേ ജഗനാണ് മറുപടി കൊടുത്തത്. ഞാൻ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ലഞ്ച് ഉണ്ടാക്കി വെക്കാൻ ചെയ്ത പണിയാ. കയ്യിലൽപ്പം ചൂടുവെള്ളം വീണു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഏട്ടാ? മിതു ജഗനോട് ചോദിച്ചു. അതിന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒന്നുമില്ല മിതു. ഇത് ഇത് ജസ്റ്റ് ഇത്രേ പൊള്ളിയുള്ളൂ. അതും പറഞ്ഞ് ജാൻവി അതിനെ നിസ്സാരവൽക്കരിച്ചു. അവൾക്ക് ശരിക്കും നല്ല വേദനയും നീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അവൾ അതത്ര കാര്യാക്കി എടുത്തില്ല. അവരെയും കൊണ്ട് ജഗന്റെ കാറ് നേരെ ചെന്ന് നിന്നത് നഗരത്തിലെ പ്രസിദ്ധമായ മാളിന്റെ പാർക്കിലേക്കാണ്. ജാൻവിയും മിതുവും ഒന്നിച്ച് ഓരോന്നൊക്കെ ഷോപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. ഒടുക്കം ഷോപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതും ജഗൻ വന്ന് പേയ്മെന്റ് ചെയ്തു. ശേഷം ഫുഡ് കോർട്ടിൽ പോയി ആഹാരമൊക്കെ കഴിച്ചു. മിതുവിനെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ടാണ് അവർ ഫ്ലാറ്റിലെത്തിയത്. ഇന്ന് നല്ല രസമുണ്ടായിരുന്നല്ലേ ജഗൻ? ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുന്ന വഴി ജാൻവി ജഗനോട് പറഞ്ഞു. നമ്മളെല്ലാവരും പുറത്തു പോയപ്പോ അഭി കൂടി വേണ്ടതായിരുന്നു. ജാൻവി ഏതോ ഒരു ആലോചനയിൽ എന്ന പോലെ പറഞ്ഞു. ജാൻവിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അഭിയെ? ജഗൻ ചോദിച്ചു. പിന്നെ അവൻ എനിക്കെന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. ശരിക്കും ഉണ്ടല്ലോ ജഗൻ, എനിക്ക് ഈ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തത്. ഞാൻ ഒറ്റയ്ക്ക് വളർന്നോണ്ട് ഈ ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കെയറിങ് എനിക്ക് കിട്ടിയത് എവിടുന്നാണെന്നറിയാമോ? അഭിയിൽ നിന്ന്. അഭി കോളേജിൽ ആദ്യമായിട്ട് വന്ന സമയത്ത് ഒരു കുട്ടികളും അവനോട് മിണ്ടത്തില്ലായിരുന്നു. അവൻ വളരെ പാവപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാവും ഒരുപക്ഷെ ആരും അവനോട് മിണ്ടാതിരുന്നത്. പക്ഷെ എനിക്കെന്തോ ആദ്യ കാഴ്ചയിൽ തന്നെ അവനെ ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ എല്ലാവരും അവോയ്ഡ് ചെയ്തതുകൊണ്ടാവാം. പക്ഷെ പിന്നീടാണ് മിതു കൂടി ഞങ്ങൾക്കിടയിലേക്ക് വന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ആ കോളേജിൽ എല്ലാ കുട്ടികളും അവന്റെ ഫാനാണ്. വേറൊന്നും കൊണ്ടല്ല, അവന്റെ സ്കില്ല്. നന്നായി പാട്ട് പാടും, നന്നായി പഠിക്കും, എല്ലാവരുടെ അടുത്ത് നന്നായിട്ട് ഇടപെടും. ടീച്ചേഴ്സിന്റെ ഒക്കെ പെറ്റാണ്. അങ്ങനെ എല്ലാവർക്കും അവനെ ഒരുപാട് ഇഷ്ടമാണ്. ജാൻവി അഭിയെപ്പറ്റി വാദോരാതെ പറഞ്ഞു. ജഗൻ അതെല്ലാം ഒരു ചെറിയ ചിരിയോടെ തന്നെ കേട്ടു. ജഗൻ അറിയാമോ അവന്റെ ഡ്രീം എന്താണെന്ന്? ഇല്ല, എന്താ? IAS. ജാൻവി അതീവ സന്തോഷത്തോടെ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. മാത്രമല്ല അവനിപ്പോ കോളേജിൽ വരുന്നതൊക്കെ പാർട്ട് ടൈമായിട്ട് എന്തൊക്കെയോ ജോലികളൊക്കെ ചെയ്ത ശേഷം. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അവരിരുവരും അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെത്തി. ജാൻവി ഡ്രസ്സ് മാറാനായി ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നടന്നപ്പോൾ ജഗൻ ഹോളിൽ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ജഗൻ! ഭയത്തോടെയുള്ള ജാൻവിയുടെ വിളി കേട്ടുകൊണ്ട് ജഗൻ റൂമിലേക്ക് ഓടിച്ചെന്നത്. തുടരും.